എനിക്കുണ്ടായിട്ടുള്ള ഒരു മോശം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഇന്ന് എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് ഇന്ന് ഞാനിപ്പോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ ഇപ്പൊ അവിടുന്ന് വന്നേ ഉള്ളൂ. എന്താ പറയാ, ഇത് തീരെ ആക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നില്ല. ഈ ഒരു ഇഷ്യൂ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു അനുഭവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. കാരണം എനിക്ക് തോന്നുന്നില്ല എൻ്റെ അടുത്ത് മാത്രമാണ് ഈ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് മാത്രമാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായേക്കണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നണില്ല. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത് തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഒരു സേവിങ്സ് അക്കൗണ്ട്. മീൻസ് നോർമലി നമ്മുടെ പേഴ്സണൽ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ടൊക്കെ എടുത്തതാണ്. ഓൾമോസ്റ്റ് ഒരു 4 months ഒക്കെ ആയിട്ടുണ്ടാവും, 4 മാസം 6 മാസം ഒക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട്. ഫസ്റ്റില് എന്ത് ചെയ്തു, 2500 മിനിമം ബാലൻസ് വെച്ചുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ ഒരു 6000 ഡെപ്പോസിറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു ഉഡായിപ്പ് കാണിച്ചു തുടങ്ങിയത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇടുന്ന ക്യാഷിൽ നിന്നൊക്കെ ഇവര് ഒരു പേയ്മെന്റ് ഡെബിറ്റ് ആയിട്ട് പോകാൻ തുടങ്ങി അക്കൗണ്ടിൽ നിന്ന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ബാങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, എന്ത് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരും. അങ്ങനെ മെസ്സേജ് വന്നു, 250 ഡെബിറ്റ് ആയി, പിന്നെ എത്രയാണ് 750 ഡെബിറ്റ് ആയി, 800 ഡെബിറ്റ് ആയി, 1000 ഡെബിറ്റ് ആയി. അപ്പൊ ഇങ്ങനെ മെസ്സേജ് വന്നു തുടങ്ങിയപ്പം ഫസ്റ്റില് ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത്. പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എമൗണ്ട് ഡെബിറ്റ് ആയിട്ട് പോണതായിട്ട് കണ്ടത്. മീൻസ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, അതായത് ഞാൻ എപ്പോഴും അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അപ്പം ഇതിന് ഇങ്ങനെ ക്യാഷ് പോണ കണ്ടപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവരുടെ ബ്രാഞ്ചിലോട്ട് വിളിച്ചു. അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കുറ്റിപ്പുറം ബ്രാഞ്ചിലാണ് ഞാൻ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തുടങ്ങിയ സമയത്ത്, അതായത് ഇങ്ങനെ മെസ്സേജ് വന്ന സമയത്ത് ഞാൻ അവർക്ക് വിളിച്ചു, ഇങ്ങനെ മാഡം ഇങ്ങനെ ക്യാഷ് പോകുന്നുണ്ടല്ലോ, എന്താ ഇങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്നില്ല എന്നാണ് അവർ പറഞ്ഞ ഒരു റീസൺ പറഞ്ഞത്. ആക്ച്വലി അതിൽ മിനിമം ബാലൻസ്, അതായത് 2000 ആണ് മിനിമം ബാലൻസ്. നോർമലി എല്ലാ ബാങ്ക്സിലും 1000 ആണ്, SBI യിലൊക്കെ 1000 ആണ് മിനിമം ബാലൻസ്. ഇനിയിപ്പോൾ 1000 ഇല്ല, 500 ആണെന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് ഒരു എക്സ്ട്രാ എമൗണ്ട് ഒന്നും ഡെബിറ്റ് ആയിട്ട് എടുക്കുന്ന ഇന്ന വരെ എൻ്റെ എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവരിത് 2500 മിനിമം ബാലൻസ് ഉണ്ടായിട്ട് പോലും എക്സ്ട്രാ ഇടുന്ന എമൗണ്ടിൽ നിന്ന് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്നില്ല പറഞ്ഞിട്ട് അതിന് എക്സ്ട്രാ ചാർജ് വലിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ എന്താ പറയാ, ഇങ്ങനെ ചാർജ് വലിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ എങ്ങനെ ആ ഒരു അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉണ്ടാവും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ എന്ത് ചെയ്തു, ഓക്കെ, ഫസ്റ്റ് തവണ ക്ഷമിച്ചു, രണ്ടാമത് വീണ്ടും ഉണ്ടായി. രണ്ടാമത് അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല. അതായത് ഈ 6000 ഇവർ ഊറ്റി മിനിമം ബാലൻസ് എത്തിച്ചു, 2500 എത്തിച്ചു. പതുക്കെയാണ്, അതായത് ഇത് ഡെയിലി എടുക്കല്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്, പതുക്കെയാണ്. അതായത് ഒരു ടൈം ഇന്റർവെൽ ഉണ്ട്, വീക്ക്ലി വൺസ്, മന്ത്ലി വൺസ്, അങ്ങനെയൊക്കെയാണ് ഇവർ പേയ്മെന്റ് എടുക്കുന്നത്. അങ്ങനെ ഇവര് 6000 എടുത്ത് അത് കൂടാണ്ട് 10,000 എന്തോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്ത് മിനിമം ബാലൻസും കഴിഞ്ഞ് 0 ബാലൻസിൽ എത്തിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളിത് കേൾക്കണം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, ജസ്റ്റ് ഇവർ പറയുന്ന സത്യം തന്നെയാണെന്ന് അറിയാം, ഞാൻ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്തു. അത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തതായിരുന്നു. അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് എൻ്റെ ഗൂഗിൾ പേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു വേറൊരു അക്കൗണ്ടിൽ നിന്ന്. അപ്പൊ തന്നെ എനിക്കത് യൂസ് ചെയ്യണമായിരുന്നു ആ ഒരു എമൗണ്ട്. അതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം ആ എമൗണ്ട് കാണാനില്ല, ഡെബിറ്റ് ആയി പോയേക്കുന്നു ആ എമൗണ്ട്. അതോടെ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഉഡായിപ്പാണ്. അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങിട്ടോ. അതായത് കുറെ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് അതായത് ഒരു വീഡിയോ ഉഡായിപ്പാന്ന് പറഞ്ഞ് കണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഫുള്ള് കാണാണ്ട് മടിക്ക് ഞാൻ സാരമില്ല, ഇനി പോട്ടെ വിചാരിച്ചു. അങ്ങനെ ഫേസ്ബുക്കിലാണ് പിന്നെ ഞാൻ ഒരു ഗ്രൂപ്പിൽ ഇതുമായിട്ട് കണക്ട് ആയിട്ട് ഒരു ചേട്ടൻ പറയുന്ന ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അതായത് അവരുടെ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഇതുപോലെ മീൻസ് മിനിമം ബാലൻസ് ഇല്ല പറഞ്ഞിട്ട് അവർ ഇടുന്ന എമൗണ്ട് എന്നൊക്കെ ഒരു എമൗണ്ട് അവർ പിടിക്കുകയാണ്. എങ്ങനെ? അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഉഡായിപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു, ഈ അക്കൗണ്ട് യൂസേജ് അങ്ങ് നിർത്തി. ഈ അക്കൗണ്ട് യൂസ് ചെയ്യാണ്ടായി ഗൈസ്. എനിക്ക് ഗൂഗിൾ പേ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഓൺലൈൻ UPI ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഓൺലി ക്യാഷ്. അങ്ങനെ ആയിട്ട് എനിക്ക് എന്ത് സാധനം മേടിക്കാനും പറ്റുന്നുള്ളൂ, അങ്ങനെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയായി. എന്നാലും വേണ്ടില്ല, ഇടുന്ന അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോവാണല്ലോ, അതുകൊണ്ട് ഇത് മാക്സിമം ഞാൻ യൂസേജ് നിർത്തി. എന്നാലും ഇവര് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് അയക്കും. അതായത് മിനിമം ബാലൻസ് ഇല്ല പറഞ്ഞിട്ട്, ഈ മിനിമം ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവര് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് അയക്കുന്നത് അക്കൗണ്ടിന്റെ, ബാങ്ക് അക്കൗണ്ടിന്റെ. ആക്ച്വലി എന്തെങ്കിലും ഇട്ടിട്ട് ഇവര് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അതിൽ മിനിമം ബാലൻസ് ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു അറിയാം, ഇത് യൂസേജ് നിർത്തിയതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യണം, പുതിയൊരു അക്കൗണ്ട് തുടങ്ങണം. എന്തായാലും ഇവരുടെ അക്കൗണ്ടിൽ എനിക്ക് ക്യാഷ് ഇടാൻ പറ്റില്ല, അത് ഉറപ്പിച്ച കാര്യമാണ്. പുതിയ അക്കൗണ്ട് എടുക്കുന്നതിന് മുന്നേ ഇത് ക്ലോസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഞാൻ ഇന്ന് വീണ്ടും ബ്രാഞ്ചിലേക്ക് പോയതാണ്. ബ്രാഞ്ചിലേക്ക് പോയിട്ട് അവിടെ ചോദിച്ചു,
അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്താ പറയാ, പാസ്ബുക്ക്, ചെക്ക് ബുക്ക്, ATM കാർഡ്, ആധാർ കാർഡ് ചോദിച്ചില്ല. ആധാർ മീൻസ് ഇവിടെ വിളിച്ച് ചോദിച്ചായിരുന്നു ഞാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്തു, ആധാർ കാർഡ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടുപോയി. പക്ഷെ അവര് ചെക്ക് ബുക്ക്, പാസ്ബുക്ക്, ATM കാർഡ് ഇത് മൂന്നും മാത്രമേ അവര് ചോദിച്ചുള്ളൂ. അപ്പൊ അത് കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം ഒരു ചേച്ചിയാണ്, ആരുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം ആളുടെ ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എനിക്ക് 100% ഉറപ്പാണ്. ഇപ്പൊ തന്നെ ഓൾറെഡി പ്രശ്നമായിട്ട് നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഈ ചേച്ചി എന്ത് ചെയ്തു, ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനാന്ന് പറഞ്ഞു. എന്താ റീസൺ എന്ന് ചോദിച്ചു. അത് മിനിമം ബാലൻസ് വെക്കാൻ പറ്റുന്നില്ല, അക്കൗണ്ടിൽ ക്യാഷ് ഇടാൻ പറ്റുന്നില്ല, മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്നില്ല പറഞ്ഞിട്ട് ചാർജ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. അപ്പം അവര് ഇതാ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ നോക്കിയതിന് ശേഷം എന്റെ അടുത്ത് പറഞ്ഞു, ഇത് ക്ലോസ് ചെയ്യുന്നതിന് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തതുകൊണ്ട് എക്സ്ട്രാ 2000 അബവ് ഒരു എമൗണ്ട് പറഞ്ഞു. ഞാൻ മറന്നു കേട്ടോ, 2500 അങ്ങനെ എങ്ങാണ്ടാണ് പറഞ്ഞത്. അത്ര എമൗണ്ട് അടക്കണം, എന്നാലേ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞു ഇങ്ങനെ ഒരു എമൗണ്ട് വരുന്നുണ്ട്, മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു എമൗണ്ട് വരുന്നുണ്ട്, അത് അടച്ചെങ്കിലേ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ, ഞാൻ ഒന്നും പറഞ്ഞില്ല, എത്ര എമൗണ്ട് ഒന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ ഇങ്ങനെ നോക്കി നിന്നു. അപ്പൊ ഇവര് എന്തൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കുന്നുണ്ട്, മീൻസ് ജസ്റ്റ് നോക്കുന്നുണ്ട് അതില്. എന്നിട്ട് പറഞ്ഞു 2500, അതായത് എത്ര കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ അപ്പോഴത്തെ പ്രഷറിൽ ഞാൻ മറന്നു. 2000 അബവ് ആണ് എന്തായാലും എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്. 2500, 2100, 2200, 2300 അങ്ങനെ എന്തൊക്കെയാണ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇത് ആ അക്കൗണ്ടില് ഉള്ള മൊത്തം പൈസ ഊറ്റിയെടുത്തത് പോരാണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് 2500 എക്സ്ട്രാ അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ഗതി കെട്ടവൻ വേറെ ലോകത്താരേലും ഉണ്ടാവോ ഗൈസ്, നിങ്ങൾ തന്നെ പറ. അപ്പം അങ്ങനെ പറഞ്ഞപ്പം ഹസ് ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ഹസ്ബൻഡ് സംസാരിച്ചു. മീൻസ് എന്ത്, അതായത് എല്ലാ ബാങ്കും RBIയുടെ കീഴിലാണ് വരുന്നത്. എല്ലാ ബാങ്ക്സും, ഓൾ ഇന്ത്യ എല്ലാ ബാങ്ക്സും RBIയുടെ കീഴിലാണ് വരുന്നത്. RBIയിൽ ഇല്ലാത്ത ഒരു റൂളാണ് ഇവർക്കുള്ളത്. അതായത് ഒരു ബാങ്കിലും ഇങ്ങനെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. അതായത് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ എമൗണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഗൈസ്? എന്റെ SBIയിൽ ഒരു അക്കൗണ്ട് 7 years ago ഞാൻ ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. അത് അക്കൗണ്ട് വേണ്ടാന്ന് തോന്നിയോണ്ട് അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യും, അക്കൗണ്ടിൽ എത്രയാണ് 100 സംതിങ് ആണ് ചില്ലറ ഉള്ളത് പോലും അത് ഇങ്ങോട്ട് തരികയാണ് ചെയ്യുക. ഇത് നമ്മുടെ കയ്യിലുള്ള മൊത്തം ഊറ്റിയെടുത്തിട്ട് ഇനി അവർക്ക് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ 2500 കൊടുക്കുക. എപ്പടി ഇരിക്ക്, ഇതിലും വലിയ തലവേദന വേറെ ഉണ്ടോ? ഞാൻ ആദ്യം ഞെട്ടി, ഞാൻ ആകെ ബ്ലാങ്ക് ആയി ഗൈസ്. ഞാൻ പറഞ്ഞു എമൗണ്ട് ക്ലോസ് ചെയ്തിട്ട് എമൗണ്ട് അടച്ചിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്യാണ്, ഇത് ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് അല്ലാണ്ട് പറ്റില്ല മാഡം, അല്ലാണ്ട് പറ്റില്ല, അക്കൗണ്ട് ക്ലോസ് പേയ്മെന്റ് ചെയ്യാണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഇങ്ങനെ ഒരു അതായത് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നേന്ന്. അപ്പൊ എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. അതായത് ഇത്രയും കാലത്തെ, അതായത് സ്റ്റേറ്റ്മെന്റ് എടുപ്പിച്ചു, ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവര് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുത്തതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്, കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇത് ചോദിച്ചുകൊണ്ട് തന്നെയാണ്. അതായത് കണ്ടോ, ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയതും ക്രെഡിറ്റ് ആയതും ആയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് കൂടുതലും വന്നേക്കുന്നത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ ഓൾറെഡി. ആദ്യം തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ 2500 വേണം, അത് കഴിഞ്ഞൊരു 6000, പിന്നെ ഒരു 10,000 ഡെപ്പോസിറ്റ് ചെയ്തു. ഇതൊന്നൊക്കെ പിന്നെ നമ്മൾ ഒന്നും ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് കൂടി ഒന്നും ഇട്ടിട്ടില്ല ക്യാഷ്. അപ്പൊ പിന്നെതാ ഈ സ്റ്റേറ്റ്മെന്റിന് വന്നേക്കുന്ന മൊത്തം കംപ്ലീറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് വിഡ്രോവലിന്റെ ലിസ്റ്റ് ആണ്. ക്യാഷ് വിഡ്രോ ചെയ്തതിന്റെ ലിസ്റ്റ് ആണ്. അതായത് 239 ആദ്യം പോയി, പിന്നെ 3 രൂപ പോയി. മന്ത്ലി ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിലും 3 രൂപ എടുക്കാറുള്ളതാണ്. പക്ഷെ ഇസാഫിലൊന്നും അങ്ങനെ ഇല്ല. ഇസാഫില് നമ്മൾ അക്കൗണ്ടിൽ ക്യാഷ് ഇടുന്നതിന്റെ ഒരു എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ഇതുവരെ അങ്ങോട്ടാണ് മാക്സിമം ഊറ്റിയെടുക്കണം. അടുത്ത എമൗണ്ട് 239 കണ്ടോ, വീണ്ടും 239 വന്നു, പിന്നെ 1 രൂപ, പിന്നെ 3600, ഇതൊക്കെ 6000 പോയതാട്ടോ. പിന്നെ 1000, പിന്നെ 310, പിന്നെ 240. ഓക്കെ, അങ്ങനെ മൊത്തം ചില്ലറയായിട്ട് 1 രൂപ അത് ആഴ്ചയിലാട്ടോ 1 രൂപ പോണേ, മാസത്തിലല്ല. 65 രൂപ, 236 രൂപ, 29 രൂപ, 19 രൂപ, 500 രൂപ, 150 രൂപ. ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല. പക്ഷെ ഞാൻ ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യാം, സൈഡിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ചോദിച്ചപ്പോ തന്നതാണ് കേട്ടോ. അതായത് സ്റ്റേറ്റ്മെന്റ് എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, സ്റ്റേറ്റ്മെന്റ് എടുത്ത് തന്നു. നമുക്കിപ്പോ ഓൾറെഡി പാസ്ബുക്ക് SBIയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ പ്രത്യേക മെഷീൻ ഉണ്ട്, അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടും. പക്ഷെ ഇത് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വേണം, കാരണം നമ്മുടെ
പാസ്ബുക്കിൽ ഓൾറെഡി പാസ്ബുക്കൊക്കെ അവിടെ കൊടുത്തു കേട്ടോ. പറഞ്ഞുതരാം എന്താന്ന്. പാസ്ബുക്കിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് കിട്ടും. എന്നാലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് കാണിച്ചിട്ടുള്ളത് വിഡ്രോവൽ ആണ്. അവർ ക്യാഷ് എടുത്തിട്ടുള്ളതാണ് ഇതിൽ കൊടുത്തത് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അത് കാണിച്ചപ്പോൾ ഇവരൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇവര് പറയുന്നത് ഇവര് അതൊന്നും മാറുന്നില്ല, മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തോണ്ടാണ് അത്ര. നിങ്ങൾ എടുത്തതിന് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ, അതായത് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്നില്ല. അവസാനം എനിക്ക് ദേഷ്യം വന്നു. കാരണം ആ ലേഡി സംസാരിക്കുന്നത് ആ ഒരു ടോണിലായിരുന്നു. അതായത് തീരെ റെസ്പെക്ട് ഇല്ലാണ്ട്, അതായത് സാധാരണക്കാരെ എങ്ങനെയും പറ്റിക്കാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള കുറച്ച് വർക്കേഴ്സ് ഉണ്ടാവില്ലേ, ആ ഒരു കൂട്ടത്തിൽ പെട്ട ആളാണ് ആള്. ഓക്കെ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വേറെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവരിത് സ്ഥിരം പരിപാടിയാണ് ഗൈസ്. അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വരുന്ന ആൾക്കാരിൽ നിന്ന്, അല്ലെങ്കിൽ ബാങ്കിൽ വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഇതുപോലെ 500, 2500 ഒക്കെ ആയിട്ട് ഊറ്റി വാങ്ങിക്കുക എന്നുള്ളത് സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണെന്ന് ആറ്റിറ്റ്യൂഡും എനിക്ക് മനസ്സിലായി. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് ആള് സംസാരിക്കുന്നത്. അവ പറഞ്ഞത് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പം എന്താ പറയാ, മീൻസ് നോർമലി ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എന്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് നേരെ നമ്മളെ പറഞ്ഞയക്കുക മാനേജറുടെ അടുത്തേക്കായിരിക്കും. ഈ ലേഡി മാനേജറുടെ അടുത്തേക്ക് പറഞ്ഞേക്കണില്ല. ഈ ലേഡി പകരം പറയുന്നത് അവിടെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് കംപ്ലൈന്റ് കൊടുക്കാൻ. അപ്പം എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവരുടെ ആൾക്കാർ തന്നെയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ പോണില്ല. അതറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നു കേട്ടോ. അതായത് ഇങ്ങനെ പേയ്മെന്റ് ചെയ്തിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനും മാത്രമുള്ള ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കിയ ഗൈസ്. അതിൽ ഓൾറെഡി അക്കൗണ്ടിൽ ഇട്ട ക്യാഷ് ഒക്കെ ഇവർ വലിച്ചു. ഇനി അതും കൂടാണ്ട് നമ്മൾ അങ്ങോട്ട് പേയ്മെന്റ് കൊടുത്തിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഇങ്ങനെ ഒരു നിയമം. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, SBI അവിടെ ഇവിടെ ഇങ്ങനെ ഒരു റൂളില്ല, നിങ്ങൾക്ക് മാത്രമായിട്ടാണ് അങ്ങനെ ഒരു റൂൾ എന്ന് പറഞ്ഞപ്പോ പറയാം, അത് എവിടെ ഇങ്ങനെ ഒരു റൂൾ ഉണ്ട്, അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ മിനിമം ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എമൗണ്ട് പേയ്മെന്റ് ചെയ്യണം, അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും പേയ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, അതായത് ഇങ്ങനെ ഒരു പേയ്മെന്റ് ഉള്ളതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, അതായത് എന്ത് ബേസിസിലാണ് ഇത്രയും വലിയൊരു എമൗണ്ട് പേയ്മെന്റ് ചെയ്യാൻ പറയുന്നത്, അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാന്ന് പറഞ്ഞപ്പം ഇവര് ആകെ ബബ്ബാന്നായി. പിന്നെ സംസാരം, പിന്നെ ആൾക്ക് എന്താ പറയാ, ഭയങ്കര ഭയങ്കര ബബ്ബ അടിക്കാൻ തുടങ്ങി ഗൈസ്. ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞപ്പോ ഒരു 5 മിനിറ്റ്സ് നേരത്തേക്ക് ആൾ പിന്നെ സൈലന്റ് ആയിട്ടോ. അതായത് ആൾക്ക് പിന്നെ ഒന്നും പറയാൻ കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായി മാറി. അത്രയും നേരം ഓ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്ന ഭാഗമല്ല, അത്രയും നേരം അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്ന ആള് ഈ ഒരു കാര്യം ചോദിച്ചപ്പം, അതായത് ഈ 2000 അബവ് സംതിങ് പേയ്മെന്റ് ചെയ്യാൻ പറയണ്ടല്ലോ, അത് എന്തിന്റെ ബേസിസിലാണ് കൊടുക്കുക, നമുക്ക് എന്തെങ്കിലും പ്രൂഫ് വേണ്ടേ? അതായത് ഇത് RBIയുടെ കീഴിലാണ് എല്ലാ ബാങ്കും വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ആ റൂൾസിന്റെ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും ഉണ്ടാവില്ല ഗൈസ്, നമുക്കത് കാണണ്ടേ വേണ്ടേ? അത് ചോദിച്ചപ്പം ബബ്ബ അടിച്ചു. അപ്പൊ ഇവരുടെ കൂടെ തന്നെ ടോട്ടൽ 3 ലേഡീസ് സ്റ്റാഫ്സും 2 ജെന്റ്സ് സ്റ്റാഫുമാണ് അവിടെ ഉള്ളത്, പിന്നെ മാനേജറാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ലേഡീസ് സ്റ്റാഫ്, ഞങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലേഡീസ് സ്റ്റാഫ് മറ്റു 2 ലേഡീസ് സ്റ്റാഫ് ആയിട്ട് സംസാരിച്ചിട്ട് ചോദിക്കാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടുമെന്ന്. അപ്പം സ്വാഭാവികമായിട്ടും ഇവർ ചോദിക്കുന്ന അപ്പുറത്തെ ആ ലേഡീനെ നമ്മൾ നോക്കുകയാണ്. അപ്പൊ ഈ ലേഡി കണ്ണോട് കാണിച്ചു കൊടുക്കുകയാണ് ഇല്ലാന്ന് പറയാൻ, അതായത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലാന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അപ്പൊ അവരും പറഞ്ഞു ഇല്ല. അത് മനസ്സിലായി ഇവരെല്ലാരും കൂടിയിട്ടുള്ള ഒത്തുകളിയാണ് ഇതെന്ന്. അപ്പൊ ഗൈസ് എന്ത് ചെയ്തു, ഇനിയാണ് ട്വിസ്റ്റ് വരാൻ പോണത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് മാനേജറുമായിട്ട് സംസാരിക്കാം, മാനേജർ അവിടെ ഉണ്ട്, പക്ഷെ മാനേജർ ഡോറെല്ലാം ക്ലോഷറാണ്, അകത്താണ് ആള്. ഓക്കെ, മീൻസ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ പറയാ, നമുക്കൊന്നും വ്യക്തമാവുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക, ഇവരുമായിട്ട് സംസാരിച്ചൊന്നും ടൈം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം എന്താ പറയാ, അത്ര റിസ്ക് എടുത്ത് വന്നേക്കാണ്. നമ്മളൊക്കെ ഒരുപാട് വർക്ക് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇതിന്റെ പിന്നാലെ നടക്കുന്നത്. എനിക്ക് ആദ്യം തന്നെ അറിയായിരുന്നു ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ കുറച്ച് പാടുപെടുമെന്ന്. കാരണം എല്ലാ ബാങ്കും പോലെയല്ല, ഇവർ ഭയങ്കര ഉടായിപ്പാണ്. കുറെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മാനേജറുടെ റൂമിൽ പോയിട്ട് പറഞ്ഞു, സാർ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അപ്പൊ ഇവർ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഇത്രയും വലിയൊരു എമൗണ്ട് ഒന്നും പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സാറ് പറഞ്ഞു, അത് സാധാരണ ഉള്ളതാണ്, അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു 50 റുപ്പീസ് നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ആയിട്ട് വരുന്നതാണ്, അത് ചെയ്തെങ്കിലേ നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഞെട്ടി, അതായത് 50 റുപ്പീസോ? ആ ചേച്ചി പറഞ്ഞു 2500, ഈ സാറ് പറയുന്നത് 50 രൂപ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ, ആ ലേഡി പറയുന്നത് 2500 2000 അബവ് പേയ്മെന്റ് ചെയ്യാനാണ് പറയുന്നത് പറഞ്ഞപ്പം ആ സാറ് ഞെട്ടി.
അതായത് ഇന്നേ വരെ ആ സാറിന്റെ എക്സ്പീരിയൻസിലേ ഉണ്ടായി, സർക്കിളിലെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അതായത് ഇങ്ങനെ ഇത്ര എമൗണ്ട് അങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ തന്നെ ആ സ്റ്റാഫിനെ വിളിച്ച് അത് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആ സ്റ്റാഫിന് കുറെ വഴക്കം കിട്ടി. അതായത് മുന്നിലേക്ക് വിളിച്ചിട്ട് മീൻസ് കുറെ അപ്പൊ തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. 50 rupees പോലും എക്സ്ട്രാ പേയ്മെന്റ് മേടിച്ചില്ല ഗൈസ്. മീൻസ് ആ സാറ് പറഞ്ഞല്ലോ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് നോർമലി ഒരു 50 rupees വരാറുണ്ട്, അതുപോലും മേടിക്കാണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കൈ തന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഫസ്റ്റത്തെ ആൾക്കാരല്ല ഞങ്ങൾ. ഇതിനു മുമ്പും വേറെ ആൾക്കാരുടെ അടുത്ത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസിലൂടെ മനസ്സിലായി. കാരണം അങ്ങനെയാണ്, ആ രീതിയിലാണ്, അത്ര എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു ഗൈസ്. ഇങ്ങനെ ഒരു റൂൾസ് ഏതൊരു ബാങ്കിലും ഇല്ല, ഒറ്റ ബാങ്കിലും ഇങ്ങനെ ഒരു റൂൾസ് ഇല്ല. സാധാരണക്കാർക്ക് സേവിങ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ ചെയ്യുന്നത്. അപ്പൊ അവർ സാധാരണക്കാരെ തന്നെ വലിച്ച് കയറി ഒപ്പിക്കാന്നറിയില്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ ലേഡിക്ക് കിട്ടിയത് മുമ്പ് ഏതോ പാവപ്പെട്ട ആളുടെ അന്നത്തുനിന്ന് കൈയിട്ട് വാരി ഇതിന്റെ കർമ്മമായിരിക്കും, അല്ലാണ്ട് ഇത്രയും വഷളാവില്ല ഗൈസ്. കാരണം ഈ കള്ളത്തരം പൊളിച്ചടക്കി, അതായത് ബാങ്കിൽ വേറെ 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു. മീൻസ് അറിയാം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന എല്ലാവർക്കും മോശം അനുഭവം തന്നെയാണ്. പക്ഷെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയതാണ് ഗൈസ്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. എനിക്ക് ഭയങ്കര കുറ്റപ്പെടും, മീൻസ് ഞാൻ അങ്ങനെ ചെയ്തു, മീൻസ് അങ്ങനെ ചെയ്തോന്നൊക്കെ. പക്ഷെ നമ്മൾ ആ ഒരു 2500 അടച്ചിട്ട് വരേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കയ്യിൽ നിന്ന് എത്രയൊക്കെ ഊറ്റിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു വരേണ്ട ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ വേറെ 2 ജെൻസ് സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അവർ ഇതിലൊന്നും പെടാത്ത ആൾക്കാരാണ് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അവർക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ. കാരണം ചിലപ്പോൾ മേ ബി അവർ കണ്ടിട്ടുണ്ടാവും എന്ത് മുമ്പ് വന്ന ആൾക്കാർ ഇതുപോലെ പറ്റിക്കുന്നതൊക്കെ, ഇവരിതുപോലെ ഈ രീതിയിൽ പറ്റിച്ചതൊക്കെ ഇവർ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. പക്ഷെ അവര് ഞങ്ങളുടെ കാണിക്കുന്നില്ല കേട്ടോ. അവര് ഭയങ്കര 2 സ്റ്റാഫും കൂടി ഇങ്ങനെ കണ്ണടിച്ചത് കാണിച്ചു കൊടുത്തിട്ട് ഇത് കിട്ടേണ്ടത് തന്നെ ആയിരുന്നു എന്നുള്ള രീതിയിൽ. മീൻസ് ആ വേറൊരു ചേട്ടനുണ്ടായിരുന്നു, ആ ചേട്ടനാണ് മാനേജറുടെ റൂമൊക്കെ പോയിക്കോന്ന് മീൻസ് പറയണില്ല, ജസ്റ്റ് ഇതാണെന്ന് ഇങ്ങനെ കാണിച്ചിരുന്നു, ഇങ്ങോട്ടാണെന്ന് കാണിച്ചിരുന്നുണ്ട് മാനേജറുടെ റൂം. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറ്റിപ്പുറം ബ്രാഞ്ചാണ് കേട്ടോ, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കുറ്റിപ്പുറം ബ്രാഞ്ച്. ആക്ച്വലി അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ഈ ലേഡി ആയിരുന്നില്ല, വേറൊരു ചേച്ചിയായിരുന്നു അവിടെ ഈ ഒരു പൊസിഷനിൽ. ഇപ്പം ആള് മാറിയേക്കണു, 6 months കഴിഞ്ഞ ശേഷം പോയപ്പം വേറെ ആളായേക്കണു. അപ്പം എന്താ പറയാ, ഈ 3 ലേഡീസും കൂടിയാണ് ആൾക്കാരെ പറ്റിക്കുന്നത്. ഇതൊന്നും ഇന്നലും തുടങ്ങിയതല്ല ഗൈസ്. കാരണം എനിക്ക് നല്ലോണം മനസ്സിലായി ഇതൊന്നും ഇന്നലും തുടങ്ങിയതല്ല. കാരണം അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതായത് നമ്മൾ എന്താ പറയാ, ചില കാര്യങ്ങൾക്കൊക്കെ ബബ്ബ അടിച്ചിട്ട് എല്ലാരും ചോദിച്ചിട്ടുണ്ടാവില്ല എന്ത് നമ്മൾ ഈ ചോദിച്ച കാര്യങ്ങൾ. അതായത് ഈ 2500 എക്സ്ട്രാ എമൗണ്ട് വരുന്നതിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാണിക്ക് പറഞ്ഞപ്പം ഇതാരും ചോദിച്ചിട്ടില്ല. കാരണം അത് പറഞ്ഞപ്പം ആള് ബബ്ബ അടിച്ചു. അത്രയും നേരം എങ്ങനെയും ക്യാഷ് അടക്കും. നിങ്ങൾ വയർപ്പ് നീരാക്കി അധ്വാനിക്കുന്നത് ഇങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ പറ്റിക്കാൻ പാടുണ്ടോ ആൾക്കാരെ? നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടായിട്ടാണോ ഈ നടക്കണേ എന്ന് ആലോചിച്ച് നോക്കി. സാധാരണക്കാരെ പറ്റിക്കരുത്, പകൽ കൊള്ളാന്ന് വേണമെന്നുണ്ട് പറയാൻ ഗൈസ്. അത്ര ഉണ്ടായിപ്പെട്ടോ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ ചേച്ചീനെ മാനേജറുടെ റൂമിലേക്ക് വിളിപ്പിച്ച് വയർ നിറച്ച് കൊടുത്തിട്ടുണ്ട്. മീൻസ് ഞങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കണം ആ സാറ് കുറച്ചു മാന്യായിട്ടാണ് പെരുമാറിയത് ആ ലേഡീന്റെ അടുത്ത്. ചിലപ്പോൾ ഇനി ഇതുപോലത്തെ എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ നേരെ റിസൈൻ ചെയ്യിക്കുമായിരിക്കും, അവരെ ഒഴിവാക്കുമായിരിക്കും വർക്കിന്ന്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം മാനേജർ പോലും അറിയാണ്ട് 2500 എമൗണ്ട്. എന്നിട്ട് എന്നെ കൊണ്ട് റിക്വസ്റ്റ് എഴുതി വാങ്ങിച്ചു കേട്ടോ. അതായത് ഇങ്ങനെ എനിക്ക് എക്സ്ട്രാ പേയ്മെന്റ് അടക്കാൻ താല്പര്യമില്ല, അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് ഫോം എഴുതി മേടിച്ചിട്ട് ആൾ എന്ത് ചെയ്തു, അതൊന്നും ചെയ്യണില്ല. ആളുടെ ഫ്രണ്ടിൽ, ആ ഡെസ്കിന്റെ ഫ്രണ്ടിൽ വെച്ചേക്കാണ്. മീൻസ് ഞങ്ങൾ പോയിട്ട് അത് വേസ്റ്റിൽ ഇട്ടിട്ട് വിൻഡോ ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ഈ റിക്വസ്റ്റ് ഫോമിന്റെ ആവശ്യം എന്താ, ഞാൻ മീൻസ് കണ്ടിട്ടുണ്ട്. അതായത് റിക്വസ്റ്റ് ഫോം കണ്ടിട്ടുണ്ട്, അതിൽ സൈൻ ചെയ്ത് കൊടുത്താൽ മതി അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. നമ്മുടെ അക്കൗണ്ടിൽ ബാക്കി എത്ര ചില്ലറാണ്, 2 രൂപയാണ് പോലും നമുക്ക് തിരിച്ചു തരും ഗൈസ്. നിങ്ങളത് മനസ്സിലാക്കണം. അതിന്റെ ഇടക്കാണ് ഇങ്ങനെ മാക്സിമം ഊറ്റാൻ നോക്കണേ. അപ്പൊ ഇത് കൊടുത്തതിന് ശേഷം ആളെന്ത് ചെയ്തു, ഇങ്ങനെ വെച്ചേക്കാണ്, ഒന്നും ചെയ്യണില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് കഴിഞ്ഞോ, ഓക്കെ ആണോ ചോദിച്ചപ്പോ കഴിഞ്ഞു.
കഴിഞ്ഞു, ഇനി എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാന്ന് ഈ നമ്പറിൽ വിളിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ഇതിനി അതായത് അക്കൗണ്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ മെസ്സേജ് വരില്ലേ? അപ്പൊ എന്ത് ചെയ്യണു, ബാക്കിലിരിക്കുന്ന ചേച്ചിനോട് ഇതാ വീണ്ടും ചോദിക്കുന്നത് മെസ്സേജ് വരില്ലേ? അപ്പൊ അവര് പറയണു എന്ത് അത് വരും. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ മോനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത സ്റ്റാഫ്, ഒരു വക കാര്യം അറിയാത്ത സ്റ്റാഫ്, ഒരു ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത സ്റ്റാഫ്. സീരിയസ്ലി പറയാനുള്ള ഒരു വക കാര്യം അറിയില്ല. ആകെ അറിയണത് ഇതുപോലെ പൈസ പറ്റിക്കാന്നുള്ള കാര്യം മാത്രം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചസും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. കുറ്റിപ്പുറം ബ്രാഞ്ചിൽ നിന്ന് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് കുറെ ആൾക്കാർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഗൈസ്. കാരണം FB-ലൊക്കെ ഞാൻ കുറെ പേരുടെ പോസ്റ്റ് കണ്ടായിരുന്നു, ഇങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഇങ്ങനെ എന്താ പറയാ അക്കൗണ്ട് ഉണ്ട്, അതിൽ പൈസ ഇടാൻ പറ്റുന്നില്ല, അവരിങ്ങനെ ക്യാഷ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്, റീസൺ പറയണ മിനിമം ബാലൻസ് ഇല്ല എന്നാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറെ പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴെ വരുന്ന കമന്റ്സ് ഉണ്ടാവില്ലേ, അതിലും കുറെ പേര് ഇട്ടേക്കണത് അങ്ങനെ തന്നെയാണ്. എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ തന്നെയാണ് ഉണ്ടായേക്കണേ, അതായത് പൈസ പറ്റിക്ക, അങ്ങനെ അങ്ങനെ കുറെ പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേർക്ക് ഈ ഒരു എക്സ്പീരിയൻസ്? വേറെ ബാങ്കിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, ഞാൻ സീരിയസ്ലി പറയുകയാണല്ലോ. ബാക്കി എല്ലാ ബാങ്കുകാരും ജെന്യുइन ആണ് ഗൈസ്. ഇന്ത്യൻ ബാങ്ക് ആയാലും SBI ആയാലും കാനറ ആയാലും സിൻഡിക്കേറ്റ് ആയാലും ഇസാഫ് ആയാലും എല്ലാ ബാങ്കും കുഴപ്പമില്ലാത്ത ബാങ്ക്സ് തന്നെയാണ്. മീൻസ് ഒരു കുഴപ്പമില്ല, അവിടെ ഒന്നും അക്കൗണ്ട് ക്ലോസ് ചെയ്യണ പോലും ഈവൻ ട്രാൻസാക്ഷനിൽ പോലും ഒരു ഇഷ്യൂസും ഇല്ല. ഇനിയിപ്പം എനിക്ക് ഇസാഫിലെ അക്കൗണ്ട് ഉണ്ട് കേട്ടോ, അപ്പൊ അവിടെ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നു, പഴയ അക്കൗണ്ട് അവിടെ ആയിരുന്നു. അപ്പൊ അതിലാണെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് മന്ത്ലി ഒരു പേയ്മെന്റ് ഇങ്ങോട്ട് കയറും, അതായത് 10 rupees 15, 20 രൂപ 100 രൂപ ഒക്കെ ആയിട്ട് പേയ്മെന്റ് ഇങ്ങോട്ട് കയറും നമ്മൾക്ക് ഇടുന്ന ക്യാഷിനനുസരിച്ചിട്ട്. ഇവരിത് ഇങ്ങോട്ട് ഒരു പൈസ ഇല്ല എന്ന് മാത്രമല്ല, കയ്യിലുള്ള മൊത്തത്തിൽ അങ്ങോട്ട് ഊറ്റി വലിക്കാന്നറിയില്ലേ, അത്രയും എനിക്ക് വെറുത്തു പോയി. ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ട് ഒക്കെ കഴിഞ്ഞല്ലോ, മാനേജർ ഒക്കെ ക്ലിയർ ചെയ്തല്ലോ. അപ്പൊ അതിനുശേഷം എനിക്ക് ഭയങ്കര കുറ്റബോധം, അതായത് ഒരാള് ഇങ്ങനെ ചെയ്യാൻ പാടുന്ന മീൻസ് ഞാൻ ചെയ്ത് തെറ്റായെന്നൊക്കെ. പക്ഷെ ഒരിക്കലും ചെയ്ത് തെറ്റല്ല മീൻസ്, ഇങ്ങനെ ഒരു കുറ്റബോധം എനിക്ക് ഒരിക്കലും ഉണ്ടാവരുത്. അവര് നമ്മളെ പറ്റിക്കാൻ നോക്കിയതാണ്, അതിന് നമ്മളെ കിട്ടിയില്ല. ഓക്കെ, അവരെ കയ്യിലിരിപ്പ് കാരണം അവർക്ക് കിട്ടിയ കർമ്മഫലാണ്. കാരണം നമുക്ക് മുന്നേ വേറെ ആരോടെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും. സീരിയസ്ലി എനിക്ക് 100% ഉറപ്പാണ്. കാരണം അതുകൊണ്ടാണ് ഇത്രയും ധൈര്യം വന്നേക്കണേ അടുത്ത ആളെ പറ്റിക്കാൻ. ഇനിയിപ്പോ ഈ ഒരു എക്സ്പീരിയൻസ് കാരണം ഇവരിത് കുറച്ചു കാലത്തേക്ക് നിർത്തി വെക്കൂട്ടോ, ഒരു പേടിയൊക്കെ കുടുങ്ങിയിട്ടുണ്ടാവും. അതായത് ഒരു വഷളായ പോലെയാണ് പുള്ളിക്കാരിയുടെ മുഖം വരാൻ നേരത്തെ ഞാൻ നോക്കിപ്പോ. ഞാൻ കളിയാക്കി ചിരിക്കുക ഒന്നും ചെയ്തില്ല കേട്ടോ. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റുമോ ആൾക്കാരെ, അതും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ. നമ്മളിപ്പോ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്? ശരിക്കും പൈസ എനിക്ക് ഇത് ഉണ്ടായപ്പം എനിക്കിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇനിയിപ്പോ സ്റ്റാഫിന്റെ പേര് ചോദിച്ചുകൊണ്ടൊന്നും വരരുത്, കാരണം അവർക്ക് കിട്ടാനുള്ള കിട്ടിയിട്ടുണ്ട്, വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്, വയറ് നിറച്ച് കൊടുത്തിട്ടാ പോന്നെ. ഞാൻ കൊടുത്തു എന്നല്ല, അവിടുത്തെ മാനേജർ വഴി നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കാരണം അയാളെയും കൂടി പറ്റിക്കാനാണ് നോക്കിയേക്കണേ. കാരണം അയാൾ പോലും അറിയാണ്ട് ഇവിടെ വേറൊരു പകൽക്കൊള്ള നടക്കാം, അയാളല്ല ആ സാറ് പോലും അറിയാണ്ട് ഇവിടെ വേറൊരു പകൽക്കൊള്ള നടക്കാം. അക്കൗണ്ട് ക്ലോസ് ചെയ്യണവരായിരുന്നു ഇത്ര എമൗണ്ട് മേടിക്കുക. ഇതിങ്ങനെ മാത്രം ആയിരിക്കില്ല കേട്ടോ, അതായത് വേറെ രീതിയിൽ ഇവർ മീൻസ് പൈസ പറ്റിക്കാൻ നോക്കിയിട്ടുണ്ടാവും. നമ്മളിതൊക്കെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോയിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ട് നമ്മളിത് അറിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കുറ്റിപ്പുറം ബ്രാഞ്ചത്തെ എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. കുറെ പേര് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരുടെ കുറെ പേരുടെ പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു, അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, സൂക്ഷിച്ചും കണ്ടൊക്കെ അക്കൗണ്ട് തുടങ്ങുക. വേറെ ഏതിലും നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോ, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാണ്ടിരിക്കുക. ഞാൻ കുറെ ആലോചിച്ചു ഇത് ഷെയർ ചെയ്യണോ വേണ്ടോ, പക്ഷെ ഇത് നിങ്ങളായിട്ട് എല്ലാവരും അറിയട്ടെ ഗൈസ്, എല്ലാവരും അറിയട്ടെ. ഓക്കെ, ഇനി ഇത് ആരോടും ചെയ്യരുത്, ഇത്രയും കള്ളത്തരം, ഇത്രയും ഉടായ്പ ഇതുപോലെ ഇനി ആരും പറ്റിക്കരുത്.
അതെനിക്ക് ഉറപ്പായിരുന്നു. ഇതുപോലെ ആരും പറ്റിക്കരുത് ഇനി. ശരിക്കും കേട്ടോ, എനിക്ക് എന്നെ പറ്റിക്കണ കാര്യമുണ്ടല്ലോ എനിക്ക് തീരെ സഹിക്കില്ല. ഞാൻ എന്താ പറയാ, മീൻസ് കുറെ പറഞ്ഞു നോക്കി അവരുടെ അടുത്ത്. അതായത് ഇത്രയും മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരും കൂടി അഡ്ജസ്റ്റ് ചെയ്യേണ്ട വയസ്സ്. നിങ്ങൾ ഇടുന്ന ക്യാഷ് എന്നൊക്കെ ഇവർ 239, 300, 500, 800, 1000 ഇതെങ്ങനെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തതുകൊണ്ടുള്ള ചാർജ് എന്ന് പറഞ്ഞ് വലിച്ചു കഴിഞ്ഞാലുള്ള നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, നമ്മുടെ മാനസിക നില എന്തായിരിക്കും? നമ്മൾ നയിച്ചുണ്ടാകുന്ന ക്യാഷ് അക്കൗണ്ടിൽ ഇട്ടിട്ട് ഇവരിതുപോലെ വലിച്ചു കൊണ്ടുപോകാണ് ക്യാഷ്. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും, നിങ്ങളുടെ ഒരു മനോനില എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവര് പറയുന്ന എല്ലാ ബാങ്കിലും ഇതുപോലെയാണ്. അപ്പൊ എല്ലാ ബാങ്കിലും ഇതുപോലെ അല്ല, എല്ലാ മീൻസ് അവരൊന്നും ഇതുപോലെ വലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ ഉത്തരമില്ല, കഴിഞ്ഞു, അതോടെ കഴിഞ്ഞു. അങ്ങനെ ഓരോ, അതായത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ ബബ്ബ അടിക്കുകയാണ് ആള്. ശരിക്കും ഇവർക്ക് ഇത് എന്തിനാ ക്യാഷ്, ഇത് ഏത് വകുപ്പിലോട്ടാണ് ഈ ക്യാഷ് പോണത് ഒന്നും ഒരു ഐഡിയ ഇല്ല. നമ്മൾ അതിന് വേണ്ട സ്റ്റേറ്റ്മെന്റ് എന്തിന്റെ ബേസിസിലാണ് ക്യാഷ് ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം ഇല്ല. എന്ത് ബേസിസിലാണ് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കുന്നത് അത് ചോദിച്ചാൽ അതെന്തിനാന്ന് അറിയില്ല. ആ ലേഡി മാനേജറുടെ അടുത്ത് പോയിട്ട് സംസാരിക്കും. നിങ്ങൾക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേയ്മെന്റ് അടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാനേജറുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചോളൂ, അങ്ങനെ പറയാലോ. അത് അങ്ങനെ പറയണില്ല. ടോൾ ഫ്രീ മീൻസ് അതൊന്നും ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ട് എവിടെ കംപ്ലൈന്റ് ചെയ്യാന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്. എവിടെ കംപ്ലൈന്റ് ചെയ്യാന്ന് ചോദിക്കുന്നത് എന്തിനാ, മാനേജറുടെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ലേഡി മാനേജറുടെ അടുത്തേക്ക് പോകാൻ പറയണില്ല, അവിടെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അതിൽ വിളിക്കാനാണ് പറയുന്നത്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആൾക്കാർ തന്നെയാണ് എടുത്ത ജസ്റ്റ് ഓൺലൈൻ ആയിട്ടുള്ള പരിപാടിയാണ്. നമ്മളിവിടെ ഡയറക്റ്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്തിനാണ് ഓൺലൈൻ ആയിട്ട് പരാതി കൊടുക്കണം? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ, നിങ്ങൾ ബാങ്കിലായാലും ഇവൺ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇല്ലീഗലായിട്ട് എന്തൊരു എമൗണ്ട് എക്സ്ട്രാ ഒരു പേയ്മെന്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക അത് എന്തിനുള്ള എമൗണ്ട് ആണ്, അതിനുള്ള സ്റ്റേറ്റ്മെന്റ് കാണണം, പ്രൂഫ് കാണണം, പ്രൂഫ് കാണിക്കേ, എന്നിട്ട് പേയ്മെന്റ് ചെയ്യാം. പ്രൂഫ് കാണിക്കാനുള്ള ധൈര്യമായിട്ട് പേയ്മെന്റ് ചെയ്യാം. നമുക്കറിയാലോ എന്ത് ബേസിസിലാണ് ഏത് വകുപ്പിലോട്ടാണ് ക്യാഷ് പോകണമെന്നുള്ളത് നമുക്കറിയാലോ. അല്ലാണ്ട് നമ്മൾ എന്ത് രീതിയിലാണ് ക്യാഷ് കൊടുക്കുക. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. SBI ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്തു 7-8 വർഷം മുന്നേ ആയിരുന്നു, 10 വർഷം മുന്നേ ആയിരുന്നു. അവിടെയൊക്കെ എന്റെ അക്കൗണ്ടിൽ എത്ര 2000 അല്ല 100 എന്തോ ചില്ലറ ഉണ്ടായിട്ട് അതുപോലെ അവര് തന്നു. എന്താ പറയാ, അതൊന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷെ ഇത് എക്സ്ട്രാ അങ്ങോട്ട് 2500 പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പറ്റിക്കാൻ നോക്കിയതാണ്. പറ്റിക്കാൻ കിട്ടിയില്ല. അതിന്റെ ഒരു ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത് കാണിച്ചു, അതായത് അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ കാണിച്ചു ആള്. ഇത്രയൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ആര് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ ഒന്ന് ബി കെയർഫുൾ ഗൈസ്. കാരണം ഇത് ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിൽ പേയ്മെന്റ് ഇടാനൊക്കെ മന്ത്ലി ഇവർ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോ അതുമല്ല, ഇനിയിപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് ഇത് ക്ലോസ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ അതിലും വലിയ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായോ? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ. വേറെ ഏത് ബാങ്കിലും തുടങ്ങിക്കോ, നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വന്നേക്കണത്. അപ്പൊ ഇതില് എന്താ പറയാ, ഇവര് വേറൊരു ഫോമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെ ഒരു പേയ്മെന്റ് ചെയ്യാൻ താല്പര്യമില്ല പറഞ്ഞിട്ട് ഒരു ഫോം തന്നു. അതായത് ഫോൺ നമ്പർ, അഡ്രസ്സ്, ജസ്റ്റ് എന്തിന്റെ ഫോമാണ്, ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോം, ആപ്ലിക്കേഷൻ ഫോം തന്നു. അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കിളി പോകും ഗൈസ്. കാരണം ഇതിൽ ഇടുന്നതിനേക്കാളും കൂടുതൽ വലിക്കുന്നതാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് സാധാരണ നമ്മൾ അക്കൗണ്ടിൽ ക്യാഷ് ഇടുന്നത് എങ്ങനെയാ, 1000 ഇടും, 2000 ഇടും, 500 ഇടും, 1000 ഇടും, അങ്ങനെയല്ലേ. ഇത് 6000 ആദ്യം 2500 ഡെപ്പോസിറ്റ് ചെയ്തു, പിന്നെ 6000 ഒരുമിച്ച് ഡെപ്പോസിറ്റ് ചെയ്തു, 10,000 ഒരുമിച്ച് ഡെപ്പോസിറ്റ് ചെയ്തു. ഇങ്ങനെ ഒരുമിച്ചാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് എടുക്കാൻ സുഖമല്ലേ, നമ്മൾ അറിയില്ലല്ലോ. പിന്നെ അക്കൗണ്ട് നമ്മൾ നോക്കുന്നില്ലല്ലോ, എന്തെങ്കിലും ക്യാഷിന് ആവശ്യം വരുമ്പോഴല്ലേ അക്കൗണ്ട് ഗൂഗിൾ പേ ഒക്കെ ചെയ്യാൻ നോക്കുക. അപ്പൊ ഇവർക്ക് സുഖമായി ക്യാഷ് ഇതുപോലെ 300, 200, 400 ഒക്കെ ആയിട്ട് വലിക്കാൻ. എന്തായാലും ഇതിൻ്റെതൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാട്ടോ. എനിക്ക് എന്തോ വീഡിയോ ചെയ്യണം തോന്നി. ഇനി ആരെ ഇതുപോലെ പറ്റിക്കരുത്, കാരണം മുമ്പ് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. ആ പറ്റിച്ച എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപാരാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ബാങ്കിലത്തെ ബ്രാഞ്ച് മാനേജറുടെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ആരുടെ അടുത്ത് അവരിത് ചെയ്യൂല കേട്ടോ. ഈ കള്ളത്തരം ഇതുപോലെ ആരും ഇതിനെ പറ്റിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്.
ഇനി ഒന്ന് പേടിക്കും. ഇത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അതായത് ഇവർക്ക് വയറ് നിറച്ച് കിട്ടിയപ്പം അവിടെ ഉണ്ടായിരുന്ന ജെൻസ് സ്റ്റാഫിനൊക്കെ ഭയങ്കര സന്തോഷമായി ഗൈസ്. കാരണം അവര് ഈ ഉടായ്പൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായിട്ട്. ചിലപ്പോൾ അവരുടെ ജോലി കളയണ്ട, ഒരാൾ ഹേർട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും മിണ്ടാണ്ടിരിക്കണേ. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒരാൾ വയറ് നിറച്ച് കൊടുത്തത് കണ്ടപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് സന്തോഷമല്ല, എനിക്കെന്നെ പറ്റിക്കാൻ നോക്കിയതിന്റെ ഒരു ദേഷ്യമാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. എനിക്ക് അവർക്ക് വയറിറച്ച് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായതൊന്നും ഞാൻ പറയില്ല. കാരണം ഒരാൾക്ക് വർക്ക് സ്പേസിൽ ഒരാൾ അപമാനിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. അതിന്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് സന്തോഷമായെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ എൻ്റെ അടുത്ത് കള്ളത്തരം ചെയ്യാൻ നോക്കില്ല, അതായത് പറ്റിക്കാൻ നോക്കുക അറിയില്ലേ, അതെനിക്ക് സഹിക്കില്ല. പ്രത്യേകിച്ച് ഇതുപോലത്തെ കുത്തക ബാങ്കുകൾ. അപ്പൊ എത്ര ഉള്ളു ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ. ആരെങ്കിലും ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ, റിയൽ ആയിട്ട് ചോദിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്, എല്ലാവർക്കും അറിയാലോ. ഇനിയിപ്പം സ്റ്റാഫിന്റെ പേര് ചോദിച്ചുകൊണ്ടൊക്കെ കമന്റ് വരും, എനിക്കറിയാം. സോറി ഗൈസ്, സ്റ്റാഫിന്റെ പേര് അങ്ങനെ പറയണ്ട. ഓക്കെ, അവർക്കുള്ള കിട്ടിയിട്ടുണ്ട്. കുറ്റിപ്പുറം ബ്രാഞ്ചാണ്. ടോട്ടല് 3 ലേഡീസ് സ്റ്റാഫും 2 ജെൻസ് സ്റ്റാഫാണ് അവിടെ ഉള്ളത്. ഒരാള് റിസപ്ഷനിലും ഉണ്ട്, പിന്നെ ബ്രാഞ്ച് മാനേജർ. ഇത്രയും ടോട്ടല് 3ഉം 5ഉം 6ഉം 3ഉം 5ഉം 7 സ്റ്റാഫാണ്. 7 ആൾക്കാരാണ് ടോട്ടൽ ആ ബാങ്കിലുള്ളത്. അപ്പൊ ഇത്രയുള്ള വയസ്സ് നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. എല്ലാവർക്കും ഒന്ന് അറിഞ്ഞിരിക്കാലോ. നല്ല എക്സ്പീരിയൻസ് ആയാലും ചീത്ത എക്സ്പീരിയൻസ് ആയാലും കമന്റ് ചെയ്യും. ഓക്കെ.